തൃശൂർ പാമ്പാടി നെഹ്റു കോളേജിൽ ആത്മഹത്യ ചെയ്ത ജിഷ്ണു പരീക്ഷയിൽ കോപ്പിയടിച്ചെന്ന കോളേജ് അധികൃതരുടെ വാദം പൊളിഞ്ഞു. കോപ്പിയടി നടന്നതായി റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്ന് ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വ്യക്തമാക്കി. സർവകലാശാല രജിസ്ട്രാറും പരീക്ഷാ കൺട്രോളറും നെഹ്റു കോളേജിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി. ശാസ്ത്ര സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ GP പത്മകുമാറും പരീക്ഷാ കൺട്രോളർ S ഷാബുവുമാണ് പാമ്പാടി നെഹ്റു കോളേജിൽ തെളിവെടുപ്പ് നടത്തിയത്. ജിഷ്ണു കോപ്പിയടിച്ചതായി സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്ന് പരീക്ഷാ കൺട്രോളർ വ്യക്തമാക്കി. ഇങ്ങനെ ഒരു കുട്ടി കോപ്പി അടിച്ചതായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എഡ്യൂക്കേഷൻ മിനിസ്റ്റർ തന്നെ ഇന്നലെ മുൻകൈയെടുത്ത് ഇതിന്റെ ഒരു നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊരു വളരെ ഗൗരവകരമായി ഈ പ്രശ്നത്തെ കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തി ഇതിനെ പറ്റി ഒരു എൻക്വയറി നടത്തി ആരൊക്കെയാണ് കൺസേൺഡ് ആൾക്കാർ എന്നുള്ളത് നടത്തി അവരുടെ ഒരു മൊഴിയെടുത്ത് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് വന്നത്. കോപ്പിയടി നടന്നാൽ അതേ ദിവസം സർവകലാശാലയിൽ വിവരം അറിയിക്കണമെന്നാണ് ചട്ടം. ഇത് ഉണ്ടാകാത്തതിനാൽ കോപ്പിയടിച്ചുവെന്ന കോളേജിന്റെ വാദം കെട്ടിച്ചമച്ചതാണെന്ന് തെളിഞ്ഞു. ജിഷ്ണു കോപ്പിയടിച്ചിട്ടില്ലെന്ന ഒപ്പം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും പീപ്പിൾ ടിവിയോട് വ്യക്തമാക്കി. അവൻ പാസ്സാവും, സ്വന്തമായി പഠിച്ച് എഴുതിയ എക്സാം ആയിരുന്നു. അവൻ പാസ്സാവും അവൻ 100% ഉറപ്പായിരുന്നു. അതാണ് അവൻ അത്രയും കരഞ്ഞു പറഞ്ഞു ഞാൻ കണ്ടതാണ്. ഞാൻ കോപ്പി അടിച്ചില്ല സാറേ, ഞാൻ കോപ്പി അടിച്ചില്ല. തെളിവെടുപ്പ് പൂർത്തിയാക്കി സർവകലാശാല രജിസ്ട്രാർ സർക്കാരിന് റിപ്പോർട്ട് നൽകും. ജിഷ്ണുവിന്റെ മൂക്കിൽ മുറിവ് ഉണ്ടായിരുന്നുവെന്ന പോസ്റ്റ്മോർട്ടം നടത്തിയ സർജൻ പോലീസിന് വിവരം നൽകി. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്തുടനീളം ക്യാമ്പസുകളിൽ SFI KSU പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P കൃഷ്ണദാസിന്റെ വീട്ടിലേക്ക് ABVP പ്രവർത്തകർ മാർച്ച് നടത്തി. ക്യാമറാമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. പാമ്പാടി നെഹ്റു കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വിദ്യാർത്ഥികളെ ഇറക്കിവിടാനുള്ള തീരുമാനം പ്രതിഷേധത്തെ തുടർന്ന് മാനേജ്മെന്റ് പിൻവലിച്ചു. തീരുമാനത്തിൽ കോളേജിൽ കടുത്ത പ്രതിഷേധമാണ് വിദ്യാർത്ഥികൾ ഉയർത്തിയത്. പരീക്ഷ നടക്കുന്നതിനാൽ ഹോസ്റ്റലിൽ തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പരീക്ഷയ്ക്ക് ശേഷവും വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ തുടരാമെന്ന് അധികൃതർ ഉറപ്പു നൽകി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പെൺകുട്ടികളടക്കം ഹോസ്റ്റലിൽ നിന്ന് ഒഴിയാൻ കോളേജ് അധികൃതർ ആവശ്യപ്പെട്ടത്. ജിഷ്ണുവിന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കോളേജ് അധികൃതരുടെ പീഡനം മൂലമാണ് ജിഷ്ണു ആത്മഹത്യ ചെയ്തതെന്നും കോളേജിൽ ഇടിമുറി പ്രവർത്തിക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയിലാണ് നടപടി. സംഭവത്തിൽ കോളേജിനോടും സാങ്കേതിക സർവകലാശാലയോടും ജില്ലാ പോലീസ് മേധാവിയോടും കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഈ മാസം 31-ന് കമ്മീഷൻ തൃശൂരിൽ സിറ്റിംഗ് നടത്തും. മറ്റ് സ്വാശ്രയ കോളേജുകളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളും അന്വേഷിക്കും. പൊതുപ്രവർത്തകനായ AH ഹഫീസ് നൽകിയ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം K മോഹൻകുമാറാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. MG സർവകലാശാലയുടെ കീഴിലുള്ള സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലേക്ക്. ആരോഗ്യ സർവകലാശാല നൽകി വന്ന തുല്യതാ സർട്ടിഫിക്കറ്റ് വിതരണം മുടങ്ങിയതോടെ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാണ്. ഉപരിപഠനത്തിനോ സർക്കാർ ജോലിക്കോ അപേക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതേസമയം SMVയെ തകർക്കാൻ സ്വാശ്രയ സ്വകാര്യ ലോബികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സർവകലാശാല വൈസ് ചാൻസലർ പ്രതികരിച്ചു. MG സർവകലാശാലയ്ക്ക് കീഴിൽ നടത്തുന്ന സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ കോഴ്സിന് ആരോഗ്യ സർവകലാശാലയുടെ അംഗീകാരം സംബന്ധിച്ച അവ്യക്തത തുടരുകയാണ്. ഇത് നീക്കുന്നതിനൊപ്പം ആരോഗ്യ സർവകലാശാല നൽകി വന്ന തുല്യതാ സർട്ടിഫിക്കറ്റ് വിതരണം മുടങ്ങിയതും പുനഃസ്ഥാപിക്കണമെന്നാണ് SME വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് ഒരാഴ്ചയിലേറെയായി വിദ്യാർത്ഥികൾ സമരരംഗത്തായിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് SFI നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിലെ 8 SME സെന്ററുകളിൽ നിന്നുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ 100 കണക്കിന് വിദ്യാർത്ഥികൾ മാർച്ചിൽ പങ്കെടുത്തു. സർക്കാരുമായി കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരത്തിന് യൂണിവേഴ്സിറ്റി അധികൃതർ തയ്യാറാകണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയോടും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും അടക്കം ഈ വിഷയത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ഈ സ്ഥാപനം നിലനിർത്താൻ കഴിയുന്ന നിലയിലുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഈ സ്ഥാപനം തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകണം എന്നതാണ്. 2016 വരെ SMEയുടെ കീഴിൽ പ്രവേശനം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കോഴ്സ് സംബന്ധിച്ച് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ലെന്ന് സർവകലാശാല അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ മാസം 17 നടക്കുന്ന സിൻഡിക്കേറ്റ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. അതേസമയം SMEയെ തകർക്കാൻ സ്വാശ്രയ മാനേജ്മെന്റുകൾ നീക്കം നടത്തുകയാണെന്ന് സർവകലാശാല VC ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൂഞ്ഞാർ SNB കോളേജ് ചെയർമാനെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും തടഞ്ഞുവച്ചു. SNDP നേതാവ് കൂടിയ അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിനെയാണ് തടഞ്ഞുവച്ചത്. കോളേജിന്റെ കെട്ടിടം പണിക്കായി ഭീമമായ തുക അധികൃതർ പിരിച്ചിരുന്നു. എന്നാൽ കെട്ടിടം പണി പൂർത്തിയായിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ MG യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും നഷ്ടമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് തടഞ്ഞുവച്ചത്. വലിയ പ്രതിഷേധങ്ങളാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നത്. അല്പസമയം മുമ്പാണ് ചെയർമാനെ തടഞ്ഞു വയ്ക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിദ്യാർത്ഥികളും ഒപ്പം തന്നെ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ നീങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്വയാശ്രയ കോളേജുകളിലെ കൂടുതൽ റിപ്പോർട്ടുകളും വിവരങ്ങളുമാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നെഹ്റു കോളേജിലെ ഭീകരമായ വാർത്തകൾക്ക് പുറമെയാണ് ഇപ്പോൾ ഇതാ പൂഞ്ഞാറിലെ, കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലെ
SNB കോളേജ് ചെയർമാനെ വിദ്യാർത്ഥികളും അധ്യാപകരും തടഞ്ഞുവച്ച വാർത്ത വന്നിരിക്കുന്നത്. TV പ്രശാന്ത് കോട്ടയത്ത് നിന്ന് നൽകും പൂർണ്ണമായ വിവരങ്ങൾ. പ്രശാന്ത്, ഇപ്പോൾ ഈ തടഞ്ഞുവച്ച അവിടുത്തെ കോളേജിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും അവസ്ഥയും എന്താണ്? മനു, ഇപ്പോഴും അവിടെ അവരുടെ ചെയർമാനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. SNP കോളേജ് ചെയർമാൻ അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിനെയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. സന്തോഷ് കുമാർ പാല മീനച്ചിൽ യൂണിയന്റെ നേതാവ് കൂടി, SNDP യൂണിയന്റെ നേതാവ് കൂടിയാണ്. ശ്രീനാരായണ പരമഹംസദേവ ചാരിറ്റബിൾ ട്രസ്റ്റ് കോളേജ് പ്രവർത്തിക്കുന്നത്. ഈ കോളേജ് SNDP ആണ് പ്രൊമോട്ട് ചെയ്തതെന്ന് പറയുമെങ്കിൽ കൂടി തന്നെയും സന്തോഷിന്റെ സ്വകാര്യ സ്വത്താണ് എന്നുള്ള തരത്തിലുള്ള വലിയ ആക്ഷേപങ്ങൾ. മാത്രമല്ല, 2014 MG സർവകലാശാല അഫിലിയേഷൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇവരുടെ വെബ്സൈറ്റ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അഫിലിയേഷൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് കോളേജ് ആരംഭിച്ചത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് വഴിവിട്ടുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ കോളേജിന് അഫിലിയേഷൻ നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ കോളേജിന് സ്വന്തമായ സ്ഥലം വാങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഈ ഒരു സ്ഥിതിയിൽ സ്വന്തമായ ഒരു കെട്ടിടം നിർമ്മിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സമീപത്തുള്ള ഒരു കല്യാണ മണ്ഡപത്തിലാണ് കോളേജ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത. ഇതൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. ഇവിടുത്തെ കമ്പ്യൂട്ടർ സയൻസ് അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടത്ര കമ്പ്യൂട്ടർ സൗകര്യങ്ങളോ ലാബ് സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് സംബന്ധിച്ചുള്ള പരാതികൾ നിരന്തരം ഉയർന്നിരുന്നു. ഈ പരാതികളുമായി ചെയർമാന്റെ പക്കലെത്തുമ്പോൾ വളരെ ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് ചെയർമാന്റെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളോട് പ്രതികരിച്ചിരുന്നത്. മാത്രമല്ല, പാലയിൽ നടന്നിട്ടുള്ള വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതി കൂടിയാണ് സന്തോഷ് കുമാർ എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ഈ അടുത്തിടെ സന്തോഷിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള സന്തോഷ് തന്റേതായിട്ടുള്ള ഒരു പ്രവർത്തന പരിചയവും പാരമ്പര്യവും എല്ലാം വെച്ച് ഇവിടുത്തെ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ കഴിയാതെ കുട്ടികൾ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. TV പ്രശാന്താണ് കോട്ടയത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. എൻഡോസൾഫാൻ ഉൽപ്പാദകരായ കീടനാശിനി കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാര തുക ഈടാക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. 3 മാസത്തിനുള്ളിൽ തുക നൽകണം. DYFI നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് നൽകും വിശദാംശങ്ങൾ. സന്തോഷ്, നേരത്തെ തന്നെ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ആ നഷ്ടപരിഹാര തുക എത്രയും വേഗം ഈടാക്കണം എന്നാണോ DYFI നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്? മനു, കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 5 ലക്ഷം രൂപ വീതം നൽകാനാണ് സുപ്രീം കോടതി വിധി. ഈ തുക ഉൽപാദകരായ കീടനാശിനി കമ്പനിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ഈടാക്കാം. ഇതിന്റെ നിയമ നടപടികളുമായി കേരളത്തിന് മുന്നോട്ട് പോകാമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. കമ്പനികളിൽ നിന്ന് തുക ഈടാക്കാനായില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാര തുക തേടാം. 3 മാസത്തിനുള്ളിൽ തന്നെ ദുരിതബാധിതർക്ക് തുക നൽകണം. ഇരകൾക്ക് ജീവിതകാലം മുഴുവൻ വൈദ്യസഹായം ഉറപ്പാക്കുകയും വേണമെന്നും വിധിയിൽ പറയുന്നു. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി DYFI നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി. എൻഡോസൾഫാൻ ഉൽപാദകരായ കീടനാശിനി കമ്പനി പരസ്യ പ്രചാരണാർത്ഥം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ചിത്രം ഉപയോഗിച്ചതും കോടതിയുടെ വിമർശനത്തിനിടയാക്കി. നിയമ നടപടികൾ ഇക്കാര്യത്തിൽ കോടതി സ്വീകരിക്കും. ഇതിനായി കമ്പനിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. ശരി, സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എൻഡോസൾഫാൻ ഇരകൾക്ക് ആശ്വാസം നൽകുന്ന കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി DYFI. എൻഡോസൾഫാൻ ഉൽപ്പാദകരായ എക്സൽ കമ്പനിക്കെതിരായ കേസ് തുടരുമെന്നും DYFI. MDയെയും കമലിനെയും ആക്രമിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും DYFI പ്രസിഡന്റ് AN ഷംസീർ, M സ്വരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. എൻഡോസൾഫാൻ കീടനാശിനിക്കെതിരായി DYFI നടത്തിയ ബഹുമുഖമാർന്ന പ്രചരണ പ്രക്ഷോഭ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമായിരുന്നു കോടതിയെ സമീപിക്കാൻ. എക്സൽ കീടനാശിനി കമ്പനി സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ നിയോഗിച്ചത് കോൺഗ്രസിന്റെ ദേശീയ വക്താവിനെയായിരുന്നു. ഏതായാലും നീതിബോധമുള്ള ന്യായാധിപന്മാരുടെ കൂടി പിന്തുണയോടെ സുപ്രീം കോടതിയുടെ മുൻപാകെ വസ്തുതകൾ ശരിയാവണ്ണം ബോധ്യപ്പെടുത്താൻ DYFIക്ക് സാധിച്ചു. ഈ കേസിന്റെ ഒരു ഘട്ടത്തിൽ ആവിർഭവിച്ച കീടനാശിനി കമ്പനിക്കെതിരായ കോടതി അലക്ഷ്യ കേസുണ്ട്. ആ കേസും ഞങ്ങൾ തുടരും. യൂത്ത് കോൺഗ്രസ് കക്ഷി ചേരും എന്ന വാർത്ത കൊടുത്ത മാധ്യമങ്ങളുടെ വാർത്ത ഞാനിപ്പോഴും ഓർക്കുകയാണ്. പക്ഷെ കക്ഷി ചേരാൻ പുറപ്പെട്ടവർ ഇതുവരെ ഡൽഹിയിൽ എത്തിയിട്ടില്ല. കൊല്ലം 5-6 ആയി. MTയെയും കമലിനെയും ആക്രമിക്കാൻ RSS വ്യാമോഹിക്കുന്നുവെങ്കിൽ അത് കേരളത്തിൻ്റെ മണ്ണിൽ നടക്കില്ല എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. MTയുടെയും കമലിൻ്റെയും ചോരയ്ക്ക് വേണ്ടി നിങ്ങൾ ഓടി നടക്കുന്നുവെങ്കിൽ അത് കേരളത്തിലെ 50 ലക്ഷം വരുന്ന DYFIക്കാരുടെ ചോര കുടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ A ക്ലാസ് തിയേറ്ററുകൾ മറ്റന്നാൾ മുതൽ അടച്ചിടും. കൊച്ചിയിൽ ചേർന്ന ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ യോഗത്തിലാണ് തീരുമാനം. 350 തിയേറ്ററുകളാണ് വ്യാഴാഴ്ച മുതൽ അടച്ചിടുക. സിനിമാ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാണ് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ കൊച്ചിയിൽ യോഗം ചേർന്നത്. പ്രശ്നപരിഹാരത്തിന് സർക്കാർ മുന്നോട്ട് വച്ച നിർദ്ദേശം ചർച്ച ചെയ്യുമെന്ന് യോഗത്തിന് മുൻപ് ഫെഡറേഷൻ പ്രതിനിധികൾ അറിയിച്ചിരുന്നെങ്കിലും അംഗങ്ങൾക്കിടയിലെ ഭിന്നത കാരണം ആ വിഷയം ചർച്ച ചെയ്തില്ല.
തിയേറ്റർ വരുമാന വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ഈ മാസം 12 മുതൽ ഫെഡറേഷന് കീഴിലെ 350 തിയേറ്ററുകൾ അടച്ചിടാൻ യോഗം തീരുമാനിച്ചതായി പ്രസിഡന്റ് ലിബർട്ടി ബഷീർ അറിയിച്ചു. 1% വരെ കൊടുക്കാൻ തയ്യാറില്ലെന്നുള്ള ഒരു നിലപാടെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ 12-ാം തീയതി മുതൽ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും അടച്ചിട്ടാണ് തീരുമാനം. ഇവിടെ അങ്ങനത്തെ ചരിത്രമില്ല. ഈ ക്ലാസ്സിലും ആളുകളിലും ഒരു പടം റിലീസ് ചെയ്തിട്ട് എന്താണ് അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. എ ക്ലാസ് തിയേറ്ററുകൾ അടച്ചിടുന്നതോടെ വിനോദ നികുതി ഇനത്തിൽ സർക്കാരിന് നഷ്ടം നേരിടേണ്ടി വരുമെന്നും ലിബർട്ടി ബഷീർ പറഞ്ഞു. വിജിലൻസ് റെയ്ഡ് നടത്തി തങ്ങളെ തളർത്താൻ നോക്കേണ്ടെന്നും ലിബർട്ടി ബഷീർ കൂട്ടിച്ചേർത്തു. ഫെഡറേഷൻ്റേതല്ലാത്ത 200-ൽ പരം തിയേറ്ററുകളിൽ മുടങ്ങിക്കിടന്ന മലയാള ചിത്രങ്ങൾ 12 മുതൽ റിലീസ് ചെയ്യുമെന്ന് നേരത്തെ നിർമ്മാതാക്കളും വിതരണക്കാരും തീരുമാനമെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംഘടനാ തെരഞ്ഞെടുപ്പിലെ അവഗണനയിൽ നിലപാട് കടുപ്പിച്ച ഉമ്മൻചാണ്ടി AICC വിളിച്ച യോഗത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി വിട്ടുനിൽക്കും. നോട്ട് വിഷയം ചർച്ച ചെയ്യാൻ നാളെയാണ് AICC യോഗം വിളിച്ചിരിക്കുന്നത്. എ ഗ്രൂപ്പിലെ പ്രധാന നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കില്ല. DCC പുനഃസംഘടനയിൽ താൻ നൽകിയ പട്ടിക വെട്ടിയതു മുതൽ ഉമ്മൻചാണ്ടി കടുത്ത പ്രതിഷേധത്തിലാണ്. രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിച്ചുവെങ്കിലും ഉമ്മൻചാണ്ടി പങ്കെടുക്കാത്തതിനാൽ 2 തവണ മാറ്റിവെച്ചിരുന്നു. വീണ്ടും 14-ന് രാഷ്ട്രീയകാര്യ സമിതി ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അതിലും ഉമ്മൻചാണ്ടി പങ്കെടുക്കില്ലെന്നാണ് സൂചന. കേന്ദ്ര സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികളെക്കുറിച്ച് ആലോചിക്കാൻ ചേരുന്ന യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് തന്റെ പ്രതിഷേധം ഉമ്മൻചാണ്ടി ഘടിപ്പിക്കുമ്പോൾ അത് വ്യക്തമായ ലക്ഷ്യത്തോടെ തന്നെയാണ്. ഉമ്മൻചാണ്ടിക്കൊപ്പം എ ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കളും യോഗം ബഹിഷ്കരിക്കുമെന്നാണ് സൂചന. പാലായിൽ നേരത്തെ ഏറ്റ പരിപാടി ഉള്ളതിനാലാണ് നാളത്തെ യോഗത്തിൽ പങ്കെടുക്കാത്തതെന്നാണ് വിശദീകരണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ കേസിൽ ശിക്ഷിച്ചുകൊണ്ടുള്ള വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബംഗളൂരു കോടതിയിൽ സമർപ്പിച്ച ഹർജിക്കുമേൽ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള എതിർവിസ്താരം പൂർത്തിയായി. കേസിൽ 2 തവണ സമൻസ് കൈപ്പറ്റിയെന്ന് ഉമ്മൻചാണ്ടി എതിർവിസ്താരത്തിൽ സമ്മതിച്ചു. സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട് MK കുരുവിളയിൽ നിന്ന് പണം തട്ടിയ കേസിലെ നടപടികൾ താൻ അറിഞ്ഞിരുന്നില്ല എന്ന നിലപാടാണ് ഉമ്മൻചാണ്ടി നേരത്തെ കൈക്കൊണ്ടിരുന്നത്. എന്നാൽ ഏപ്രിൽ 2-ാം വാരത്തിലും 3-ാം വാരത്തിലും കോടതിയിൽ നിന്നുള്ള സമൻസ് കൈപ്പറ്റിയിരുന്നെന്ന് കുരുവിളയുടെ അഭിഭാഷകൻ നടത്തിയ എതിർവിസ്താരത്തിൽ ഉമ്മൻചാണ്ടി സമ്മതിച്ചു. തിരുവനന്തപുരത്തെ അഭിഭാഷകനായ സന്തോഷ് കുമാറിനെ കേസ് ഏൽപ്പിച്ചിരുന്നെങ്കിലും സന്തോഷ് കുമാർ കേസിലെ വിശദാംശങ്ങൾ ഒന്നും അറിയിച്ചില്ല. സന്തോഷ് കുമാറിനെ പിന്നീട് നേരിൽ കണ്ടില്ലെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി പിന്നീട് നിലപാട് മാറ്റി. VS-നെതിരെ മാനനഷ്ടക്കേസ് നൽകിയത് സന്തോഷ് കുമാർ മുഖേനയല്ലേ എന്ന് അഭിഭാഷകൻ ചോദിച്ചപ്പോൾ സന്തോഷ് കുമാറിനെ താൻ 2ാമതും നേരിൽ കണ്ടിരുന്നുവെന്ന് ഉമ്മൻചാണ്ടി തുറന്ന് സമ്മതിച്ചു. ഉമ്മൻചാണ്ടിയുടെ സാക്ഷികളെ എതിർവിസ്താരം ചെയ്യുന്നതിനായി കേസ് വ്യാഴാഴ്ച കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ബാംഗ്ലൂർ. ചീഫ് സെക്രട്ടറി SM വിജയാനന്ദനെതിരെ പുതിയ പരാതി. ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റെടുത്ത ശേഷം 50 ഫയലുകൾ വിജയാനന്ദ് പിടിച്ചുവച്ചതായും പൂഴ്ത്തിയതായും പരാതിയിൽ ആരോപണം. വിവരാവകാശ പ്രവർത്തകനായ പായച്ചിറ നവാസാണ് പരാതിയുമായി തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചത്. പരാതി ഫയലിൽ സ്വീകരിച്ച വിജിലൻസ് കോടതി ഈ മാസം 19-ന് റിപ്പോർട്ട് ഹാജരാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. റേഷൻ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നയം അടിയന്തരമായി തിരുത്തണമെന്നാവശ്യപ്പെട്ട് LDF-ന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച സായാഹ്ന ധർണ സംഘടിപ്പിക്കുന്നു. പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ കേന്ദ്രങ്ങളിലാകും ധർണ സംഘടിപ്പിക്കുകയെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ അറിയിച്ചു. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കാൻ നിർബന്ധിതമായതോടെ സംസ്ഥാനത്ത് സ്റ്റാറ്റ്യൂട്ടറി റേഷനിംഗ് സമ്പ്രദായം തകരുകയാണ്. കേരളത്തിന് അർഹമായ അരിവിഹിതം നൽകണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തിൽ പങ്കാളികളാകാൻ എല്ലാ ബഹുജനങ്ങളോടും വൈക്കം വിശ്വൻ അഭ്യർത്ഥിച്ചു. അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ജവാന്മാർക്ക് ലഭിക്കുന്നത് മോശം ഭക്ഷണമെന്ന BSF ജവാന്റെ വെളിപ്പെടുത്തൽ. നല്ല ഭക്ഷണം പോലും നൽകാതെ എങ്ങനെയാണ് പ്രതികൂല കാലാവസ്ഥയിൽ സൈനികർക്ക് ജോലി ചെയ്യാനാവുകയെന്ന് TB യാദവ് എന്ന BSF ജവാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ചോദിക്കുന്നു. വീഡിയോ വൈറലായതോടെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതേസമയം TB യാദവ് 20 വർഷത്തെ സർവീസിനിടയിൽ 4 തവണ അച്ചടക്ക നടപടി നേരിട്ടയാളാണെന്ന് BSF DIG പ്രതികരിച്ചു. BSF 29-ാം ബറ്റാലിയനിലെ TB യാദവ് എന്ന സൈനികനാണ് ദുരിതാവസ്ഥ വെളിവാക്കിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം വിമർശിക്കുന്ന 4 മിനിറ്റുള്ള വീഡിയോയാണ് യാദവ് പോസ്റ്റ് ചെയ്തത്. പ്രതികൂല കാലാവസ്ഥയിൽ 11 മണിക്കൂറോളം കാവൽ നിൽക്കുന്ന തങ്ങൾക്ക് പ്രഭാത ഭക്ഷണമായി ലഭിക്കുന്നത് ഒരു പൊറോട്ടയും ചായയും മാത്രമാണ്. മഞ്ഞളും ഉപ്പും മാത്രം ചേർത്ത പരിപ്പ് കറിയാണ് ഉച്ചയ്ക്ക് റൊട്ടിക്കൊപ്പം ലഭിക്കുന്നത്. ചില രാത്രികളിൽ ഒഴിഞ്ഞ വയറുമായി ഉറങ്ങാൻ പോകേണ്ടി വരാറുണ്ടെന്നും യാദവ് പറയുന്നു. मैं सुबह का नाश्ता आपको दिखाऊंगा जो कि एक पराठा मिलता है जिसमें ना कुछ भी नहीं है, ना अचार है, ना सब्जी है, सिर्फ चाय के साथ। दोपहर का खाना मैं आपको दिखाऊंगा कंटिन्यू दाल जो है जिसके अंदर सिर्फ हल्दी और नमक होगा, उसके सिवाय कुछ नहीं होगा। रोटियों की हालात भी दिखाऊंगा. സൈനികന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ദേശീയ മാധ്യമങ്ങളിലടക്കം ചർച്ചയായതോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തര സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും രാജ്നാഥ് സിംഗ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്.
നോട്ട് അസാധുവാക്കൽ തീരുമാനമെടുത്തത് റിസർവ് ബാങ്ക് ആണെന്ന കേന്ദ്ര സർക്കാർ വാദം പൊളിയുന്നു. നവംബർ 7-ന് സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് തീരുമാനമെടുത്തതെന്ന് വീരപ്പ മൊയ്ലി അധ്യക്ഷനായ പാർലമെന്ററി സമിതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ റിസർവ് ബാങ്ക് വ്യക്തമാക്കി. നവംബർ 8-നാണ് 500, 1000 നോട്ടുകൾ അസാധുവാക്കി പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തിയത്. കള്ളപ്പണം തടയുക ലക്ഷ്യമിട്ട് നോട്ടുമാറ്റത്തിന് റിസർവ് ബാങ്കാണ് നിർദ്ദേശം നൽകിയതെന്നും ഇത് നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ഭാഷ്യം. ഇക്കാര്യം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ വാദം തെറ്റാണെന്ന് പാർലമെന്റിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റിസർവ് ബാങ്ക് നൽകിയ 7 പേജുള്ള കുറിപ്പ് വ്യക്തമാക്കുന്നു. നോട്ട് അസാധുവാക്കൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് നവംബർ 8-ന്. അതിന് ഒരു ദിവസം മുമ്പ് മാത്രമേ റിസർവ് ബാങ്കിനെ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളൂ. അതായത് തലേന്ന് നവംബർ 7-ന് റിസർവ് ബാങ്കിന് കേന്ദ്ര സർക്കാർ ഒരു കത്ത് നൽകി. ഈ കത്തിലാണ് നോട്ട് അസാധുവാക്കൽ നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വച്ചത്. കള്ളപ്പണം തടയുക, ഭീകരവാദത്തിന് ലഭിച്ചുവരുന്ന ഫണ്ടിംഗ് തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് നോട്ട് അസാധുവാക്കലിന് പറഞ്ഞിരുന്നത്. നവംബർ 8-ന് ചേർന്ന റിസർവ് ബാങ്കിന്റെ ബോർഡ് യോഗം സർക്കാർ നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നുവെന്നും പാർലമെന്റിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റിസർവ് ബാങ്ക് നൽകിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. നോട്ട് അസാധുവാക്കൽ തീരുമാനത്തിന് മുമ്പ് തന്നെ പുതിയ നോട്ടുകൾ അച്ചടിക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചിരുന്നു. 2014 ഒക്ടോബറിൽ 500-ന്റെയും 1000-ന്റെയും പുതിയ നോട്ടുകൾ പുറത്തിറക്കാൻ അനുവദിക്കണമെന്ന് റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്ന കാര്യവും ഇതിന് കേന്ദ്രം നൽകിയ മറുപടിയും കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നോട്ട് അസാധുവാക്കൽ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ ആവശ്യമുള്ളതിന്റെ 6% മാത്രമേ റിസർവ് ബാങ്കിന്റെ പക്കലുണ്ടായിരുന്നുള്ളൂ. ഈ മാസം 18-ന് റിസർവ് ബാങ്ക് ഗവർണർ, സാമ്പത്തികാര്യ സെക്രട്ടറി തുടങ്ങിയവർ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാകും. റിസർവ് ബാങ്ക് ഗവർണറുടെ മറുപടി തൃപ്തികരമല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്തുമെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യത്തെ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ആദായനികുതി വകുപ്പ്. നോട്ട് നിരോധനത്തിന് ശേഷം നിക്ഷേപമായി സഹകരണ ബാങ്കുകളിലെത്തിയ 16,000 കോടി രൂപയെക്കുറിച്ച് പരിശോധിക്കുമെന്നും ആദായനികുതി വകുപ്പ് വ്യക്തമാക്കി. നോട്ട് നിരോധനത്തിന് ശേഷം രാജ്യത്തെ ബാങ്കുകളിൽ 3 ലക്ഷം കോടി മുതൽ 4 ലക്ഷം കോടി രൂപ വരെയുള്ള അനധികൃത നിക്ഷേപമുണ്ടായതായും ആദായനികുതി വകുപ്പ് ചൂണ്ടിക്കാട്ടി. നോട്ട് നിരോധനത്തിന് ശേഷമുള്ള സംശയാസ്പദമായ നിക്ഷേപങ്ങളെക്കുറിച്ച് ആദായനികുതി വകുപ്പിന്റെ വിശദാംശങ്ങൾ വാർത്താ ഏജൻസിയായ PTI ആണ് റിപ്പോർട്ട് ചെയ്തത്. നോട്ട് നിരോധനത്തിന് ശേഷം നിഷ്ക്രിയ അക്കൗണ്ടുകളിൽ 25,000 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായി. 8,000 കോടി രൂപ ലോൺ തിരിച്ചടവിനത്തിൽ ബാങ്കുകളിലെത്തി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബാങ്കുകളിൽ 10,700 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉണ്ടായത്. രാജ്യത്തെ മുഴുവൻ ബാങ്കുകളിലുമായി 3 ലക്ഷം കോടി മുതൽ 4 ലക്ഷം കോടി രൂപ വരെയുള്ള അനധികൃത നിക്ഷേപം ഉണ്ടായതായാണ് ആദായനികുതി വകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ. രാജ്യത്തെ സഹകരണ ബാങ്കുകളിൽ എത്തിയ 16,000 കോടിയുടെ നിക്ഷേപം സംശയാസ്പദമാണെന്നും ആദായനികുതി വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. സഹകരണ ബാങ്കുകളിലെ ഈ നിക്ഷേപത്തെക്കുറിച്ച് അന്വേഷിക്കും. നോട്ട് നിരോധനത്തിന് ശേഷമുള്ള സംശയാസ്പദമായ എല്ലാ നിക്ഷേപങ്ങളെക്കുറിച്ചും ആദായനികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചതായും ഉന്നത ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായി PTI റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പുതിയ അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീൻ വാങ്ങാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ 7,80,000 രൂപ സംഭാവന നൽകി. മെഡിക്കൽ കോളേജിൽ നടന്ന ചടങ്ങിൽ സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പ് അസോസിയേറ്റ് ആൻഡ് സബ്സിഡറീസ് മാനേജിംഗ് ഡയറക്ടർ ദിനേഷ് കുമാർ ഖാര, പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യുവിന് ചെക്ക് കൈമാറി. സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പ് രാജ്യത്തൊട്ടാകെ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സംഭാവനയെന്ന് ദിനേഷ് കുമാർ ഖാരെ വ്യക്തമാക്കി. SBD മാനേജിംഗ് ഡയറക്ടർ CR ശശികുമാർ, ചീഫ് ജനറൽ മാനേജർ MK ഭട്ടാചാര്യ, ജനറൽ മാനേജർ ദേവി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു.